അപ്പോഴേ നമുക്കിതൊരു ചിക്കൻ റൈസ് ആയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഏകദേശം 1 കിലോ അളവിൽ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, അതുപോലെ ചിക്കൻ മസാല, കുറച്ച് തൈര്, കുറച്ച് ചെറുനാരങ്ങ നീര്, ഇത്രയും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കാം. തക്കാളി, ഒരു പച്ചമുളകും കൂടെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുകയാണേ. ഇനി എന്താ, നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു പാനിൽ വെച്ച് തന്നെയാണ് നമ്മൾ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനു മുന്നേ നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അളവിൽ അരി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെച്ചു. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവോളയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്താ, നമ്മൾ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇല്ലേ, അതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. അപ്പോൾ നാളത്തേക്ക് സ്കൂളിലോട്ടുള്ള സ്പെഷ്യലും ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ഒരാളെ ഞാനിവിടെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ മിക്സോട് ചേർത്ത് കൊടുത്തു. അതെ, എനിക്കൊരു ചെറിയ അബദ്ധം പറ്റി. എന്താണെന്നല്ലേ, ആദ്യമേ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ സവാള വഴറ്റുകയും അവസാനം റൈസ് കുക്ക് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചിക്കൻ റൈസ് ഉണ്ടാക്കുവാണെങ്കിൽ ആദ്യമേ വലിയ പാത്രം എടുത്തോളൂ. കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മസാലക്കൂട്ടില്ലേ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ട് ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ മാഗിയുടെ ഒരു ക്യൂബ് കൂടി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അരിയൊക്കെ ഓൾമോസ്റ്റ് 90% കുക്കായിട്ടുണ്ട്. മേലിലായിട്ട് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒക്കെ വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാം. വെച്ചിട്ട് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ റൈസ് റെഡി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.